ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 24 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ ജനത എങ്ങനെ വോട്ട് രേഖപ്പെടുത്തുമെന്നത് അതിനിർണായകമാണ്. വോട്ടെടുപ്പിൽ പങ്കാളികളായി ജനാധിപത്യ ഉത്സവം ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. രാജേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, എങ്ങനെയാണ് ഇതുവരെയുള്ള പോളിംഗിന്റെ റിപ്പോർട്ട്? കശ്മീർ ജനത പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഉത്സവമാക്കി എടുത്തിട്ടുണ്ടോ, അതോ സാധാരണ രീതിയിലുള്ള പോളിംഗ് മാത്രമേ ഉള്ളൂ? മഞ്ജുഷ, ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് ഇന്ന് ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജമ്മു കശ്മീരിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 11 മണി വരെയുള്ള കണക്കുകളാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. അത് പ്രകാരം 26.7 ആണ് ഇന്ന് ആദ്യഘട്ട പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും 1 മണി വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ അത് 35% മുകളിൽ വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനെയെങ്കിൽ അത് മെച്ചപ്പെട്ട പോളിംഗ് ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ രീതിയിലുള്ള ഒരു പോളിംഗ് ഇത്തവണയും ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തും എന്ന് തന്നെ ഈ കണക്കുകൾ സൂചനകൾ നൽകുന്നുണ്ട്. കാരണം 35 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു. അന്ന് 58% പോളിംഗ് ജമ്മു കാശ്മീരിൽ രേഖപ്പെടുത്തി. നിലവിലെ കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പോളിംഗ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കിഷ്ത്വാറിൽ PDP പ്രവർത്തകരും ഒപ്പം തന്നെ BJPയും തമ്മിൽ കയ്യേറ്റമുണ്ടായി. അവിടെ BJP സ്ഥാനാർത്ഥിയെ കയ്യേറ്റം ചെയ്തു എന്ന ആരോപണവുമായി BJP പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായ അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ജമ്മു കശ്മീരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് 10 വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ വിഷയങ്ങളടക്കം ചർച്ചയായ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനെ എങ്ങനെ കശ്മീർ ജനത വോട്ട് ചെയ്യുന്നു എന്നുള്ളത് നിർണായകമാണ്. മാത്രവുമല്ല, ജമ്മു എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസും BJPയുമാണ് പ്രധാനപ്പെട്ട പോരാട്ടമെങ്കിൽ കശ്മീർ താഴ്വരയിലേക്ക്, പ്രത്യേകിച്ച് തെക്കൻ കശ്മീരിലേക്ക് അടക്കം വരുമ്പോൾ നാഷണൽ കോൺഫറൻസും PDPയും തമ്മിലാണ് മത്സരം. അവിടെ പക്ഷേ ഇത്തവണ എൻജിനീയർ റാഷിദിന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും സഖ്യമായി മത്സരിക്കുന്നുണ്ട്. അവർ വോട്ട് പിളർത്തുമ്പോൾ അത് ആർക്ക് ഗുണം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നിർണായകമാണ്. ഏതായാലും 24 മണ്ഡലങ്ങൾ ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങൾ അത് പ്രധാനമായും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണല്ലോ. ഇപ്പോൾ രാകേഷ് പറഞ്ഞതുപോലെ ഇന്ത്യ സഖ്യവും BJPയും തമ്മിലാണ് മത്സരമെങ്കിലും പലയിടങ്ങളിലും ചതുഷ്കോണ മത്സരവുമുണ്ട്. ഇന്നത്തെ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് രാകേഷ്? മഞ്ജുഷ, ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമായും 2 മേഖലകളാണ്. അതായത് ജമ്മു മേഖലയിലെ 8 മണ്ഡലങ്ങൾ, ഒപ്പം തന്നെ കശ്മീർ മേഖലയിലെ തെക്കൻ കശ്മീരിലെ മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് തെക്കൻ കശ്മീരിലെ 4 ജില്ലകളിൽ ഇന്ന് വിധിയെഴുത്ത് നടക്കുന്നു. ആ 4 ജില്ലകൾ, ഒന്ന് ഷോപ്പിയാൻ, മറ്റൊന്ന് പുൽവാമ, ഒപ്പം തന്നെ കുൽഗാം, അനന്ത്നാഗ് തുടങ്ങിയ 4 ജില്ലകളിലെ 16 മണ്ഡലങ്ങളാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ ദോഡ, കിഷ്ത്വാർ, ഒപ്പം തന്നെ റാംബാൻ എന്നീ 3 ജില്ലകളിൽ നിന്നായി 8 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. അതിൽ തന്നെ പല പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. അനന്ത്നാഗ് മണ്ഡലത്തിലെ ബിജ്വാരയിൽ മത്സരിക്കുന്നത് PDP മുൻ മുഖ്യമന്ത്രി കൂടിയായ മെഹബൂബ് മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി ഇത്തവണ അവർ ആദ്യമായി മത്സരിക്കുകയാണ്. അവർ മത്സരരംഗത്തുണ്ട്. അനന്ത്നാഗ് ജില്ലയിൽപ്പെട്ട മണ്ഡലമാണ് ഈ പറയുന്ന ബിജ്വാര. നേരത്തെ 1967 മുഫ്തി മുഹമ്മദ് സയ്യിദ് ആദ്യമായി നിയമസഭയിലെത്തിയത് ആ മണ്ഡലത്തിനാണ്. അവിടെയാണ് ഇപ്പോൾ ഏതായാലും ഇൽത്തിജ ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ കുൽഗാം മണ്ഡലത്തിൽ നിന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ യൂസഫ് തരിഗാമി മത്സരിക്കുന്നു. അദ്ദേഹം തുടർച്ചയായി 4 തവണ അവിടെ നിന്ന് വിജയിച്ചതാണ്. നേരത്തെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം വീട്ടുതടങ്കലിലാക്കപ്പെട്ട നേതാവാണ് യൂസഫ് തരിഗാമി. സീതാറാം യെച്ചൂരിയാണ് അവിടെ സന്ദർശിച്ച ആദ്യ നേതാവ്. യെച്ചൂരിയുടെ വിയോഗ സമയത്തൊക്കെ അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ കുൽഗാമിൽ വീണ്ടും അവിടെ തരിഗാമി മത്സരിക്കുന്നു. CPM ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ജമ്മു കാശ്മീരിൽ. നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ കോൺഗ്രസ് ഉണ്ട്, ഒപ്പം തന്നെ CPM ഉണ്ട്, ജമ്മു കാശ്മീർ പാന്തേഴ്സ് പാർട്ടി ഉണ്ട്. അങ്ങനെ 4 പാർട്ടികൾ ചേർന്ന സഖ്യമാണ് മത്സരിക്കുന്നത്. PDP അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. ഏതായാലും കശ്മീർ താഴ്വരയെ സംബന്ധിച്ച് നിർണായകമാവുക എൻജിനീയർ റാഷിദിന്റെ പാർട്ടി, ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇവർ എങ്ങനെ വോട്ടുകൾ പിളർത്തുമെന്നാണ്. കാരണം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് എൻജിനീയർ റാഷിദ് വിജയിച്ചിരുന്നു. ഈ അടുത്തിടെയാണ് ജാമ്യം കിട്ടിയത്. അദ്ദേഹം തോൽപ്പിച്ചത് ഒമർ അബ്ദുള്ളയാണ്. അപ്പോൾ അവർ എങ്ങനെ ഈ വോട്ട് പിളർത്തുന്നതടക്കമുള്ള വിഷയങ്ങൾ നിർണായകമാകും. പ്രത്യേകിച്ച് 2014 കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആർക്കും അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. PDP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി, BJP പിന്തുണയോടുകൂടിയാണ് അവിടെ സർക്കാർ ഉണ്ടാക്കിയതെന്നതും അന്ന് ശ്രദ്ധേയമായ കാര്യമായി. ശരിയാണ്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കശ്മീരിൽ ഇന്ന് അതിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്.